ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കല്യാണി പറയുകയാണ്. രൂപയോടും ചന്ദ്രസേനോടും അച്ഛൻ്റെ ഒരു ആഗ്രഹമല്ലേ, അത് നമുക്ക് സാധിച്ചു കൊടുക്കാം, ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ചന്ദ്രസേനായാലും രൂപയായാലും അതിന് സമ്മതിക്കുന്നില്ല. അപ്പോൾ പറയാണ് അച്ഛൻ കാരണമാണ് അന്ന് രാഹുൽ അങ്കിൾ ഇവിടെ വന്ന് ഒളിച്ചിരുന്ന കാര്യം നമ്മൾ അറിയാൻ ഇടയായത്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അച്ഛൻ മാറിയിട്ടുണ്ടാവില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, വേണ്ട മോളെ, നിനക്ക് അങ്ങനെയാണ്. നീ ഒരാളെ വിശ്വസിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നീ പിന്നെ അയാളെ കണ്ണുമടച്ച് വിശ്വസിക്കും. പിന്നെ അയാൾ എന്ത് തെറ്റ് ചെയ്താലും നിന്റെ കണ്ണിൽ അത് കാണില്ല. അത് നീ അങ്ങനെയാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി. നീ എന്തായാലും അയാളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണ്ട. ഒരുപക്ഷെ അയാൾക്ക് അങ്ങനെ ഓണസദ്യ ഉണ്ണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പൊതിക്കെട്ടായിട്ട് കെട്ടിപ്പൊതിഞ്ഞ് അയാൾക്ക് കൊണ്ടുകൊടുക്കുക. അയാൾ അങ്ങനെയും കഴിച്ചോട്ടെ എന്നൊക്കെ ഇങ്ങനെ രൂപ പറയുകയാണ്. അതേ സമയത്ത് രൂപ പറയുന്നുണ്ട്, അതെയോ, അന്ന് ആ വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ, പരോളിൽ ഇറങ്ങിയപ്പോൾ അയാൾ ഓടിച്ചെന്ന് അവനെ കൂട്ടിക്കൊണ്ട് വന്നതും അവനെ ഒന്നിച്ച് താമസിപ്പിച്ചതും അതൊക്കെ ഒരു തെറ്റായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അങ്ങനെ ചെയ്തിട്ട് ആ മകന് വേണ്ടിയിട്ട് അവൻ എന്തെങ്കിലും നിങ്ങളെ ചെയ്യുമെന്നുള്ളൊരു ഭയം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് വേണ്ട മക്കളെ, അതിനൊന്നും നിൽക്കണ്ട എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇല്ല, അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ കിരണ ആയാലും പറയുന്നുണ്ട്, കല്യാണി നിന്നോടാ പറഞ്ഞത്, നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ, എന്നാൽ ഞാൻ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അങ്ങനെ എന്തായാലും നമ്മുടെ പ്രകാശൻ അവിടേക്ക് കൊണ്ടുവരാൻ ആരും സമ്മതിക്കുന്നില്ല. പ്രകാശൻ വിളിക്കുന്നുണ്ട് വീണ്ടും കല്യാണിയെ. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തായി മോളെ എന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, ഇല്ല അച്ഛ, ആരും സമ്മതിക്കുന്നില്ല അച്ഛൻ ഇവിടേക്ക് കൊണ്ടുവരാൻ. അച്ഛന് ഇപ്പോഴും ആർക്കും വലിയ വിശ്വാസമൊന്നും വന്നിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് നിങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്നും അതുപോലെ എൻ്റെ പെൺമക്കൾക്ക് ഒരു ഉരുള ചോറ് നൽകണമെന്നുള്ളതൊക്കെ. അതൊന്നും എനിക്ക് സാധിച്ചില്ല. എന്തായാലും സാരില്ല മോളെ, നിങ്ങൾ എന്തായാലും സന്തോഷിക്കും. നിങ്ങളെല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി ഓണം അടിച്ചു പൊളിക്ക്. ഞാൻ എന്തായാലും ഈ തെരുവിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം പ്രകാശ് നല്ല വിഷമമുണ്ട്. കല്യാണിക്ക് അത് കേൾക്കുമ്പോൾ അതിലേറെ വിഷമാവാണ്. അതിനുശേഷമാണെങ്കിൽ ആ ഉത്രാടത്തിൻ്റെ രാത്രി അവരങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി ഇങ്ങനെ ആഘോഷിക്കുകയാണ്. പടക്കം കത്തിച്ചും അതുപോലെ പൂത്തിരിയൊക്കെ കത്തിച്ചും ഭയങ്കരമായിട്ട് സന്തോഷമൊക്കെ ആഘോഷിക്കുന്നുണ്ട് ഓണത്തിൻ്റെ തലേദിവസം. അങ്ങനെ നമ്മുടെ പ്രകാശൻ ഒരു മുഷിഞ്ഞ വേഷത്തിൽ അഴുക്കൊക്കെ നിറഞ്ഞൊരു ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയാണ്. ആ സമയത്താണെങ്കിൽ എല്ലാവരും അമ്പരന്ന് പോകുന്നുണ്ട്, ഇയാളോടെല്ലാം വരണ്ട എന്ന് പറഞ്ഞത് എന്നുള്ള രീതിയിലും. അപ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്, എൻ്റെ വസ്ത്രമൊക്കെ മുഷിഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എന്നോട് വരണ്ട എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ വന്നത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളെയൊക്കെ ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്, നിങ്ങളുടെ ഒരു സന്തോഷമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ വന്നതാണെന്നൊക്കെ പ്രകാശൻ പറയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കിരൺ പറയുന്നുണ്ട്, അതെ, നിങ്ങളുടെ വസ്ത്രം മുഷിഞ്ഞതായാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഇപ്പോൾ തെരുവിൽ കിടക്കുന്ന മുഷിഞ്ഞ വസ്ത്രമുള്ള ആൾക്കാരെ ഞങ്ങൾ വീടിൻ്റെ അകത്ത് വിളിച്ച് കയറ്റി അവർക്ക് സദ്യ കൊടുക്കും, അതിലൊന്നും ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല. പക്ഷേ നല്ല വസ്ത്രമണിഞ്ഞ് ഉള്ളിൽ അഴുക്കുമായിട്ട് നടക്കുന്ന ചിലരുണ്ട്, അവരെയാണ് ഞങ്ങൾക്ക് പേടി. അങ്ങനെ ഒരാളാണ് നിങ്ങളും എന്നിങ്ങനെ പറയുകയാണ് പ്രകാശനോട്. പ്രകാശൻ അത് സഹിക്കാൻ പറ്റുന്നില്ല. എന്തായാലും അവിടെ എല്ലാവരും തന്നെയുണ്ട്. അങ്ങനെ അതിനൊരു തീരുമാനം കണ്ടെത്തുകയാണ്. എന്തായാലും കല്യാണിയൊക്കെ സംസാരിച്ചിട്ട് അച്ഛൻ ഇനി ഒന്നും പറയണ്ട, അച്ഛന് എന്തായാലും ഒരു നേരത്തെ കാര്യമല്ലേ ഉള്ളൂ, അച്ഛൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ. നമ്മളെല്ലാവരും ഉള്ളപ്പോൾ അച്ഛനിപ്പോൾ ഈ വയ്യാത്ത കാലം വെച്ചിട്ട് അച്ഛൻ നമ്മളെ എന്ത് ചെയ്യാനാണ്, അങ്ങനെയൊന്നും ചെയ്യില്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അഥവാ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ അത് വലിയൊരു ആഗ്രഹമാണ് എങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കാതിരിക്കുന്നത് അത് വലിയൊരു തെറ്റായി പോകുക. അത് പിന്നീട് നമുക്ക് ഏറ്റവും വലിയ സങ്കടമായി മാറാനാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കല്യാണി പറയുകയാണ്. അപ്പോൾ ആ സമയം എന്നാൽ ശരി, നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് പറയുന്നുണ്ട്. എന്തായാലും കല്യാണി നല്ലൊരു ഓണക്കോടിയൊക്കെ വാങ്ങിക്കൊടുക്കുകയാണ് പ്രകാശിന്. അങ്ങനെ പ്രകാശിനെ വിളിച്ച് പറയുന്നുണ്ട്, നേരിട്ട് ചെന്ന് പറയുകയൊക്കെയാണ്. എന്തായാലും അച്ഛൻ അവിടേക്ക് വരണം, അത് നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ട് വേണം വരാനായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഓണക്കോടി അവിടെ എത്തിക്കുകയും ആ കല്യാണി എടുത്തു കൊടുത്ത ആ ഓണക്കോടി ഉടുത്തിട്ട് മുണ്ടും നല്ല ഭംഗിയുള്ള മുണ്ടും ഷർട്ടൊക്കെ എടുത്തിട്ട് നേരെ വരികയാണ്. അങ്ങനെ വലിയ സന്തോഷത്തോടു കൂടിയാണ് പ്രകാശം വരുന്നത്. എല്ലാവരും അങ്ങനെ വരുന്ന കാണുമ്പോൾ ദീപയുടെയും അതുപോലെ നമ്മുടെ ലക്ഷ്മിയമ്മയുടെയും മുഖത്ത് ഒരു തെളിച്ചവുമില്ല. അവരിങ്ങനെ വളരെ രൂക്ഷമായ ഒരു ഭാവത്തോടു കൂടിയാണ് പ്രകാശനെ നോക്കുന്നത്. പ്രകാശൻ അതൊന്നും വക വെക്കുന്നില്ല. ഞാൻ എവിടെയാ മക്കളെ ഇരിക്കേണ്ടത് സദ്യ ഉണ്ണാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവർ അവിടെ ഇരുന്നിട്ട് പെൺമക്കളും എല്ലാവരും ഇരിക്കുകയാണ്. അപ്പം പെൺമക്കൾക്ക് ഞാനെന്നാൽ ഒരു ഉരുള വാരി തരട്ടെ എന്നിങ്ങനെ പ്രകാശൻ സങ്കടത്തോടുകൂടി ചോദിക്കുമ്പോൾ വേഗം തന്നെ വായ തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ് കല്യാണി.
കല്യാണിക്കും കാദംബരിക്കും കാർത്തികയ്ക്കും 3 പേർക്കും അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള ആ ചോറുള്ള വാരി കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഒന്നിച്ച് നമ്മുടെ പ്രകാശൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതൊരു വലിയൊരു ആഗ്രഹം സാധിച്ചു കൊടുത്ത് പ്രകാശന് സന്തോഷത്തോടു കൂടി തന്നെയാണ് അവിടെ നിന്ന് മടങ്ങുന്നത്. പ്രകാശൻ പറയുന്നുണ്ട്, ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല, ഇനി എനിക്ക് മരണത്തിലേക്ക് പോകാൻ യാതൊരു പേടിയുമില്ല, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒന്നും സംഭവിച്ചില്ലല്ലോ അമ്മ, എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും അച്ഛനെ ഭയങ്കര പേടിയല്ലായിരുന്നു, അച്ഛൻ എന്തൊക്കെയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമല്ലായിരുന്നു, വെറുതെ അദ്ദേഹത്തിനെ സംശയിച്ചു എന്നൊക്കെ ഇങ്ങനെ കല്യാണി ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ശാരി ഉത്രാടത്തിൻ്റെ അന്ന് ഡോക്ടറോട് പറയുകയാണ്, എല്ലാവരും ഉത്രാടവും തിരുവോണമൊക്കെ ആഘോഷിക്കുകയാണ്, എന്തായാലും എൻ്റെയും എൻ്റെ മകളുടെയും തിരുവോണം ഉത്രാടമൊക്കെ ഈ ആശുപത്രിയിലായിപ്പോയി, എല്ലാത്തിനും കാരണം എൻ്റെ മരുമകനാണ്, അവനാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഡോക്ടറോട് സങ്കടപ്പെടുന്നുണ്ട്. എന്തായാലും നമ്മുടെ രാഹുൽ ഉത്രാടത്തിൻ്റെ അന്ന് അയാൾക്ക് പരോള് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 2 ദിവസത്തെ പരോളൊക്കെ അവന് കിട്ടും. അങ്ങനെ രാഹുൽ വലിയ പ്രതീക്ഷയോടുകൂടി തൻ്റെ മകൾക്കും ഭാര്യയ്ക്കും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയോടുകൂടി പരോളിൽ ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ വലിയ ആഘോഷങ്ങളും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ രാഹുലിന് അതങ്ങ് പിടിക്കുന്നില്ല. അതേസമയത്ത് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരിക്കില്ല. ഇവരിതൊക്കെ എവിടേക്ക് പോയി, ഇവരൊക്കെ വാതിലൊക്കെ അടച്ചു പൂട്ടിയിട്ടിട്ട് എങ്ങോട്ട് പോയി എന്നുള്ളൊരു ടെൻഷനിലാവുകയും എന്തായാലും കിരണോ ആരെങ്കിലുമൊക്കെ നമ്മുടെ രാഹുലിനെ കാണുകയും രാഹുലിനോട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. പരോളിൽ ഇറങ്ങിയോ, ഇനിയിപ്പം ഞങ്ങളെ കൊല്ലാനായിരിക്കുമല്ലേ അടുത്ത തീരുമാനം, എന്തായാലും അതിനു മുമ്പ് നിങ്ങളുടെ മകള് ഭ്രാന്താശുപത്രിയിൽ കിടക്കുന്നുണ്ട്, ഒന്ന് പോയി കാണുന്നത് നന്നായിരിക്കും, പിന്നെ നിങ്ങളുടെ മരുമകനെ പ്രത്യേകം കാണാൻ മറക്കണ്ട, അവൻ്റെ മകള് തല്ലിപ്പൊളിച്ച തലയുമായിട്ട് തലയൊക്കെ ഇതായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റാണ്, ICUലാണ് എന്നുള്ള കാര്യം കൂടി രാഹുൽ അറിയുകയാണ്. അവരങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നേരെ ഓടി ചെല്ലുന്നത് മകളുടെ അരികിലേക്കാണ്. പക്ഷേ മകൾക്കാണെങ്കിൽ രാഹുലിനെ കാണുമ്പോൾ പിടിവിട്ടു പോവുകയാണ്, രാഹുലിനെ കൊല്ലാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളാണ് എൻ്റെ ജീവിതം തകർത്തത് എന്നൊക്കെ ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ശാരിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ ശാരി കാര്യങ്ങളെല്ലാം പറയുകയാണ് രാഹുലിനോട്. ഒരു അപകട സമയത്ത് ആ കല്യാണിയും കിരണമാണ് ഓടിയെത്തിയത്, ആ മോളെ ഇങ്ങനെ ആശുപത്രിയിലാക്കിയതും അവൻ്റെ മകളെ ഒരു കൊലപാതകയാക്കാതെ പിടിച്ചു മാറ്റി അവനെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും അവരെ നിങ്ങളിങ്ങനെ ഉപദ്രവിക്കാതിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് രാഹുലിനോട് ശാരി. എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ രാഹുലിന്റെ മനസ്സിന് ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം കൊച്ചുമകൾ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ അവരിപ്പോൾ കല്യാണിയുടെ കൂടെയാണ് ആ മകളുള്ളത് എന്നുള്ള കാര്യം കൂടി രാഹുൽ അറിയുകയാണ്. അങ്ങനെ നമ്മുടെ മനോഹറിനെ കാണാനും വേണ്ടിയിട്ട് രാഹുൽ അവിടെ നിന്നും പോകുന്നുണ്ട്. മനോഹറിനെ കണ്ടിട്ട്, നീ എൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ചു, നീ ഇന്ന് എത്രയും പെട്ടെന്ന് പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് നീ പോയില്ലല്ലേ, എൻ്റെ മകളുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല, ഈ കിടന്ന കിടപ്പിൽ നിന്നെ ഞാൻ കൊല്ലാൻ പോവാടാ എന്നൊക്കെ പറഞ്ഞ് മനോഹറിൻ്റെ കുരക്കിന് പിടിക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട്. എന്തായാലും നമ്മുടെ രാഹുലിന് വലിയൊരു തിരിച്ചടിയാണ് കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ രാഹുൽ തിരിച്ച് ജയിലിലേക്ക് ചെല്ലുമ്പോഴും ഈ മനോഹറും അതുപോലെ ഗംഗയും തമ്മിൽ നല്ല ബന്ധമുണ്ട്, അവർ തമ്മിൽ ഫ്രണ്ട്സ് ആണെന്നുള്ള കാര്യവും രാഹുൽ അറിയുകയാണ്. അങ്ങനെ ഗംഗ രാഹുലിന്റെ ശത്രുവായി മാറുകയും ചെയ്യുകയാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.